ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്രത്തോളം എൻ്റെ പാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ പാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത യേശുവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. കുടുംബം ദൈവിക അനുഗ്രഹമാണ് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതം വേണ്ട എന്ന് പറയുന്നവർ ദൈവനിഷേധികൾ ആണ് എന്ന് ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ സമാപന ദിവസം പ്രസംഗിച്ചതാണ്. എന്നാൽ ഈ വിഷയങ്ങൾ തിരുവചനത്തിലൂടെ തെളിയിച്ചു തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തിന് മനുഷ്യ ഉൽപ്പത്തിയോളം പഴക്കമുള്ളതാണ്. അന്ന് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിൻ്റെ മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീനെന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി 1-ലും ഉൽപ്പത്തി 9-ലും ദൈവം ആദാമിനും നോഹയ്ക്കും തലമുറകൾക്കും ഒരേ അനുഗ്രഹമാണ് നൽകിയത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവർ ആകുവീനെന്ന്. എന്നാൽ ഈ ദൈവിക അനുഗ്രഹത്തെ ശാപമാക്കി മാറ്റുവാനാണ് ആദ്യം മുതലേ സാത്താൻ പ്രവർത്തിച്ചു വരുന്നത്. സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കുമെന്നുള്ള ദൈവിക വിധിക്ക് എതിരെ സാത്താൻ പ്രവർത്തിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ വാഗ്ദത്ത സന്തതി ജനിപ്പാൻ ഇടയാകരുതെന്ന് വെല്ലുവിളിച്ചു. എങ്കിലും ദൈവം സാത്താൻ്റെ പദ്ധതിയെ തകിടം മറിച്ചു. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകളെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും എഫേസ്യർ 5 പറയുന്നുണ്ട്. സാത്താൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് സാറായിലൂടെ ഇസഹാക്ക് ജനിച്ചു. പിന്നത്തേൽ ഇസഹാക്കിൻ്റെ ഭാര്യയായ റബേക്കയിൽ നിന്ന് സന്തതി ജനിക്കാതിരിപ്പാൻ സാത്താൻ തന്ത്രം മെനഞ്ഞു. എങ്കിലും ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. അവളിലൂടെ ഏശാവും യാക്കോബും ജനിച്ചു. അടുത്ത റാഹേലിൽ കൂടി സന്തതി ജനിപ്പാൻ സാധിക്കാതെ സാത്താൻ തടഞ്ഞു. എങ്കിലും ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. സാത്താൻ്റെ പദ്ധതികളെ തകർത്ത് റാഹേലിൽ കൂടെ യോസഫ് ജനിച്ചു. പിന്നത്തേതിൽ അനേകം വിശുദ്ധ സ്ത്രീകളുടെ ഗർഭത്തെ സാത്താൻ തടഞ്ഞു വെച്ചു. അവിടെയൊക്കെയും ദൈവം ജയം നൽകി. അന്നായിലൂടെ ശൗമേൽ പ്രവാചകനും എലിസബത്തിൽ കൂടെ യോഹന്നാൻ സ്നാപകനും പിന്നെ യോയാക്കീമിലും അന്നയിലൂടെ ലോകരക്ഷിതാവായ യേശു ജനിപ്പാൻ തക്കവണ്ണം മറിയയും ജന്മം കൊണ്ടു. എങ്കിലും സ്ത്രീയുടെ സന്തതി എന്നുള്ള ആശയം സാത്താൻ ഇപ്പോൾ ആണ് മനസ്സിലായത്. അങ്ങനെ ഹേരോദാവിൽ കൂടെ യേശുവിനെ നശിപ്പാൻ പദ്ധതിയിട്ടുമെങ്കിലും നടന്നില്ല. ഒടുവിൽ കാൽവറിയിൽ സാത്താൻ്റെ തലയെ തകർത്ത് മരണത്തെ വെല്ലുവിളിച്ച് 3-ാം നാൾ ഉയർത്ത് എഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇനിയും കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ട് ആണ് ഹവ്വായെ സൃഷ്ടിച്ച് മനുഷ്യന് നൽകിയത്. ഏറ്റവും പുരാതനമായ ഒരു സംവിധാനമാണ് കുടുംബം എന്നത്. അതിൻ്റെ സ്ഥാപകൻ ദൈവമാണ്. എന്നാൽ ദൈവിക പദ്ധതിയെ തകിടം മറിക്കരുത്
എന്ന ലക്ഷ്യമാണ് സാത്താൻ ഉന്നം വയ്ക്കുന്നത്. അവൻ്റെ വലയത്തിൽ അനേക യുവതി യുവാക്കൾ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ദൈവദിനത്തിൽ അറിവില്ലാതെ ഇരിക്കുന്നതാണ്. ദൈവം ആദ്യമായി കൊടുത്ത അനുഗ്രഹമാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിരിക്കുക എന്നത്. പലരും വിവാഹം കഴിക്കും, എന്നിട്ട് പറയും കുട്ടികൾ വേണ്ട എന്ന്. തലമുറകൾ പെരുകി വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. തലമുറകൾ വർദ്ധിക്കുന്നത് ഇല്ലായ്മ ചെയ്യുവാൻ ഫറവോൻ ശ്രമിച്ചിട്ടും അബ്രാമും യോക്കേബേദും മോശകുഞ്ഞിനെ 3 മാസത്തോളം ഒളിപ്പിച്ചു. പിന്നെ നീലനദിയിൽ പെട്ടകത്തിലൂടെ ഒഴുക്കി വിട്ടു. അവിടെയും ദൈവം ഫറവോൻ്റെ പുത്രിയിലൂടെ മോശയ്ക്ക് സുരക്ഷിതത്വം നൽകി. ഈ കാലങ്ങളിൽ അനേക യുവതി യുവാക്കളും വിവാഹത്തെ എതിർക്കുകയും അതോടൊപ്പം ലിവിങ് ടുഗദർ എന്നുള്ള ആശയമായി മുന്നേറുകയാണ്. അതൊക്കെ ഒടുവിൽ നാശത്തിൻ്റെ പടികുഴിയിൽ എത്തിച്ചേരും. ആകയാൽ ദൈവിക അനുഗ്രഹങ്ങളെ കാറ്റിൽ പറത്താതെ ജീവിതങ്ങളെ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുക. ദൈവം അതിന് ഏവർക്കും കൃപ ചെയ്യട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.